കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ എന്നുള്ള ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം ദിലീപ് ഓർ പൾസർ സുനി എന്നുമല്ലാതിരിക്കുന്നു. അങ്ങനെ ചോദ്യം വേണമെങ്കിൽ ചോദിക്കണ്ട, ചോദിച്ചോ. പിന്നെ എന്തോ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ വെച്ച് തുടങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ. പിന്നെ ലക്ഷ്മിയുടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിയുടെയും ശോഭയുടെയും ഇംഗ്ലീഷിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറിയൊരു ബ്രിട്ടീഷ് ആക്സെന്റ് കയറിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം. ശ്രദ്ധിച്ചില്ലേ? അപ്പോൾ ശോഭ പുറത്ത് പോയിട്ട് പറയുന്ന കേട്ടു, "Can I have one glass of chai and പഴംപൊഴി" എന്ന് എന്തോ പറഞ്ഞ അല്ലേ? ശോഭ പഴംപൊരിയുടെ ഇംഗ്ലീഷ് അറിയില്ലേ? ബനാന ഫ്രിറ്റേഴ്സ്. പിന്നെ വേറൊരു കാര്യം, സാജൻ ചേട്ടന് ശോഭ അണിയിച്ചു കൊടുത്ത പൊന്നാട ശോഭയുടെ സ്വന്തം കമ്പനിയായ വീവേഴ്സ് വില്ലേജ് ബ്രിട്ടീഷ് ഇവിടെ ഇംഗ്ലണ്ടിൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കൈക്കൂലിയാണെന്നും കൂടെ ഒന്ന് കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. കാരണം അതിൻ്റെ തറക്കല്ലിടാൻ വേണ്ടി എപ്പോഴാണ് ശോഭയത്? നീയല്ലേ സ്റ്റേജിൽ എന്നോട് പറഞ്ഞേ അതിനുള്ള കൈക്കൂലിയാണ്. സാജൻ ചേട്ടൻ ഒരിക്കലും തെറ്റിക്കരുതായിരിക്കും. നിങ്ങളെ ബഹുമാന കൂടുതൽ കൊണ്ടോ ഇതുകൊണ്ടൊന്നുമല്ല. ഒരു തിരിച്ചറിവും ഒരു പാഠമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചക്ക് ഫാഷൻ ഷോ കാണണം എവിടെയെങ്കിലും പോയിട്ട്. അന്ന് ഇതുപോലത്തെ ജഡ്ജിമാരും കുറെ ചോദ്യങ്ങൾ ഉണ്ടാവാതിരുന്നാൽ മാത്രം. കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ ഓർ ഭാവന, വാട്ട് ഈസ് എ വിമൺ, എന്തൊക്കെയാ ബിൻചേട്ടാ, ഹു ആർ യു, വാട്ട് ആർ യു ഡൂയിങ്, ഇതൊക്കെയാണോ ചോദ്യം? ചോദ്യം പറയൂ. ഷാൻ ചേട്ടൻ്റെ പ്രശ്നം, ഷാൻ ചേട്ടൻ എനിക്കുള്ളൊരു കോമണാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും സത്യം മാത്രമേ പറയുള്ളൂ. കേൾക്കുന്നവർക്ക് ചിലപ്പോൾ കള്ളത്തരാന്നൊക്കെ തോന്നുമെങ്കിലും സത്യം മാത്രമേ പറയൂ. ഷാൻ ചേട്ടൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സത്യം പറഞ്ഞ ആരെങ്കിലും അതിന്റെ വിക്ടിമായിട്ട് ടോം ചേട്ടനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, വിക്ടിംസ് അല്ലേ? ഞാൻ ചോദിക്കുന്നേക്കാട്ടും നല്ല നിങ്ങൾക്കാണ് ഒറിജിനലി ചോദിക്കാൻ പറ്റുന്നത്. എനിക്ക് ആ പടം ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. എന്താണ്? എനിക്ക് ഭയങ്കര ഇഷ്ടവും ബഹുമാനമാണ് ശ്രീനിവാസൻ സാർ. അതെ, ശ്രീനിവാസൻ സാറിന് എങ്ങനെ ഇങ്ങനെ ഒരു മോനുണ്ടായെന്ന് എനിക്ക് അയ്യോ അയ്യോ, ഞാൻ ഇത്രയും നേരം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന എൻ്റെ ഇത് ഇമേജ് ബിൽഡ് തകർത്ത് കളഞ്ഞല്ലോ. ശ്രീനിവാസൻ സാറിന് എങ്ങനെ ഇങ്ങനെ ഒരു കൊച്ചുണ്ടായി? അതൊരു മറ്റേ ഫാഷൻ മോഡൽ ക്വസ്റ്റ്യൻ ആയിപ്പോയി അല്ലേ? നിങ്ങൾ ചോദിച്ച പോലത്തെ ചോദ്യം, അതേ സ്റ്റാൻഡേർഡ്.